കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. നമ്മളിന്ന് ഗുരുവായൂരപ്പൻ്റെ നവകാഭിഷേകത്തിൻ്റെ കാര്യമാണ് പറയണത്. ഇന്ന് രാവിലെ ഏകദേശം 11 മണിയോട് അടുത്തിട്ടുള്ള സമയത്താണ് നവകാഭിഷേകം ഉണ്ടായത്. അതായത് ഉദയാസ്തമന പൂജ ഉള്ള ദിവസം പന്തീരടി പൂജയ്ക്ക് സമയം വഴുകും. പന്തീരടി പൂജയ്ക്ക് മുൻപ് പാലഭിഷേകവും പന്തീരടി പൂജയ്ക്ക് ശേഷം നവകാഭിഷേകം. പഞ്ചഗവ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ പഞ്ചഗവ്യം നമ്മളെ ഗുരുവായൂരപ്പന് ആ മണ്ഡല കാലത്ത് മാത്രമാണ് ഉണ്ടാവാറ്, വൃശ്ചികത്തിൽ മാത്രമാണ് ചെയ്യാറുള്ളത്. നിത്യവും നവകാഭിഷേകമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ആ നവകാഭിഷേകം ചെയ്യുന്നതിനെ പറ്റിയാണ് ഞാനിന്ന് നമ്മളെ ഭക്തരോട് പറയുന്നത്. ഇന്ന് 11 മണി കഴിഞ്ഞ സമയത്താണ് നവകാഭിഷേകം ഉണ്ടായത്. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ, അതായത് നവകാഭിഷേകത്തിൻ്റെ വളരെ പ്രശസ്തമായ പാട്ടൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നവകാഭിഷേകത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ 9 വെള്ളിക്കുടത്തിലാണ് നമ്മളെ ഗുരുവായൂരപ്പന് നവകാഭിഷേകം നടത്തുക. അതിലേറ്റവും വലിയൊരു കുടം ഉണ്ടാവും. ആ കുടത്തിന് ബ്രഹ്മകലശം എന്നാണ് പറയുക. ബാക്കിയുള്ള ഉപകലശങ്ങളാണ്. അങ്ങനെ 9 കലശങ്ങളിലായിട്ട് നമ്മുടെ മണിക്കിണറിലെ തീർത്ഥം നിറച്ചിട്ട് അതുകൊണ്ടാണ് അഭിഷേകം ചെയ്യുക. അതിൻ്റെ മുൻപും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കാര്യങ്ങളിൽ ഇതിലേറ്റവും കൂടുതൽ അതിൻ്റെ ഉൾപ്പെടുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ ആലിൻ്റെ ഇല, അതുപോലെ മാവിൻ്റെ ഇല, പിന്നെ പഴം, പിന്നെ നെല്ല്, അരി എന്നിവയൊക്കെയാണ് അതിൽ. പിന്നെ മണിക്കിണറിലെ തീർത്തും. ഈ ആലിൻ്റെ ഇല, മാവിൻ്റെ ഇല എന്ന് പറഞ്ഞാൽ ആലിനെ സംബന്ധിച്ച് ദേവകാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന ഉത്തമ വൃക്ഷമാണ് അരയാൽ. മാവ് മനുഷ്യരുടെ കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന മാവാണ്. അപ്പോൾ ശരിക്കും ആലും മാവും കൂടി കൂട്ടിക്കെട്ടിയിട്ടാണ് കൊമ്പോ ഒക്കെ ആയിട്ടാണ് ഇടുക. ഓരോ കൊമ്പുകൾ രണ്ടിൻ്റെ എന്നിട്ട് കൂട്ടിക്കെട്ടിയിട്ടാണ് അതിൽ കലശപ്പാനിയിൽ നിക്ഷേപിക്കുക. അതുപോലെ ആലിൻ്റെ കുമ്പിൾ കുത്തിയിട്ട് ഇടും. അങ്ങനെ ശരിക്കും നമ്മൾ ഗുരുവായൂരപ്പനെയൊക്കെ പോയി ഏത് ദേവകളാണെങ്കിലും മനുഷ്യരൂപത്തിലാണ് നമ്മൾ അതിനെ ആവാഹിച്ചിട്ട് കർമ്മങ്ങളൊക്കെ ചെയ്യുക. ഇപ്പോൾ രാവിലെ നിർമ്മാല്യ ദർശനം കഴിഞ്ഞാൽ അഭിഷേകങ്ങൾ നടത്തിയിട്ടാണല്ലോ, അതായത് കുളിപ്പിക്കുന്നത് പോലെ പൊട്ടുതൊടിയിപ്പിക്കുന്നു. അങ്ങനെയൊക്കെ ഉള്ളത് മനുഷ്യ രൂപത്തിലാണ് നമ്മൾ ഓരോ ദേവകളെയും ചെയ്യാറുള്ളത്. ഇവിടെ ഗുരുവായൂരപ്പനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ശരിക്കും അരി ഒക്കെ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കലശപ്പാനിയിൽ ആലിൻ്റെ ഇതിൽ മുൻപൊക്കെ അരിയിട്ട് വാഴിച്ചൊക്കെ ഉണ്ട്. അത് അത്രയും പ്രശസ്തമായ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ ആലിൻ്റെയൊക്കെ കുമ്പിൾ കുത്തുന്നത് അതിന് വേണ്ടിയിട്ടുള്ള നവകത്തിന് വേണ്ടിയിട്ടുള്ള പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. പിന്നെ ദർഭപ്പുല്ലാണ്. ദർഭപ്പുല്ല് 3 എണ്ണം ആക്കിയിട്ട് ഒന്നിച്ച് കെട്ടും, 3 കെട്ട് കെട്ടിയിട്ട്. അതായത് ശരീരത്തിലെ 3 നാഡികളെ പറ്റിയിട്ടുള്ള ഇത് ഉദ്ദേശിച്ചിട്ടാണ്. അപ്പോൾ അതിനെ കൂർദ്ധം എന്ന് പറയും. അങ്ങനെ അത് പറഞ്ഞ് അതൊക്കെ ആയി അതെല്ലാം കൂടി ചേർത്ത് ഈ കലശപ്പാനിയിലുള്ള മണിക്കിണറിലെ തീർത്ഥത്തിലേക്ക് ആവാഹിച്ച് 9 പാനി വെച്ച് വെള്ളി പാനിയിൽ വലിയ വെള്ളിപ്പാനി നടുക്ക് വെച്ച് അതിലാണ് ബ്രഹ്മകലശം. അതിലേക്ക് ഗുരുവായൂരപ്പനെ ആവാഹിച്ചിട്ട് അതിലേക്കാണ് ആ ചൈതന്യത്തെ ആവാഹിക്കും ആദ്യം. അതിനുശേഷം ആണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള ചതുർബാഹുവായ ഗുരുവായൂരപ്പ വിഗ്രഹത്തിൽ ഓരോ കലശം കൊണ്ടും അഭിഷേകം, ആ തീർത്ഥം കൊണ്ടും അഭിഷേകം ചെയ്യുന്നത്. അത് വളരെ വിശിഷ്ടമായ ചടങ്ങാണ്. കാരണം ദൈവത്തിൻ്റെ ശക്തി കൂട്ടാൻ വേണ്ടിയിട്ട്, അതായത് ഗുരുവായൂരപ്പൻ്റെ ശക്തി കൂട്ടാൻ വേണ്ടി മന്ത്രജപം കൊണ്ട് മുഖരിതമായ അന്തരീക്ഷത്തിൽ ചെയ്യുന്ന ആ അഭിഷേകമാണ് നവകാഭിഷേകം. ഏറ്റവും പ്രാധാന്യം തന്നെയാണ്
ഇത് അത്ര പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. എന്നാലും നവകാഭിഷേകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗുരുവായൂരപ്പനെ സംബന്ധിച്ച് മഹാക്ഷേത്രങ്ങളെ സംബന്ധിച്ചൊക്കെ ഏറ്റവും പ്രാധാന്യം തന്നെയാണ്. പിന്നെ കലശം, സഹസ്ര കലശമൊക്കെയാണ് ഏറ്റവും വലുത്. അതൊക്കെ നമുക്ക് വേറെ വേറെ കാര്യങ്ങളാണ്. കലശങ്ങളൊക്കെ അഭിഷേകങ്ങളൊക്കെ നടത്തുന്നതും ദൈവത്തിൻ്റെ ദൈവികമായ ശക്തി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. മന്ത്രജപത്താൽ മുഖരിതമായിട്ടുള്ള ആ ഒരു അന്തരീക്ഷത്തിൽ ആണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ഇന്നത്തെ ഞാൻ പറഞ്ഞു 11 മണി കഴിഞ്ഞ സമയത്താണ് നവകാഭിഷേകം ഉണ്ടായത്. അപ്പോൾ നവകാഭിഷേകം കണ്ട് തൊഴാനുള്ള ഭാഗ്യമുണ്ടായി. അത് മിക്കവാറും ഉണ്ടാവാറുണ്ട്. എന്നാലും ഇന്നാണ് ഞാൻ നിങ്ങളോട് പറയാനുള്ള ഒരു സമയം വന്നത്. അപ്പോൾ എല്ലാവരും ഇന്ന് ഗുരുവായൂരപ്പൻ്റെ ആ നവകാഭിഷേകം അറിഞ്ഞു തൊഴാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ ആ നവകാഭിഷേകവും അതുപോലെ ഇനി അടുത്ത വൃശ്ചിക മാസം വരുമ്പോൾ പഞ്ചഗവ്യ അഭിഷേകവും ഒക്കെ കാണാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ഏവർക്കും ലഭിക്കട്ടെ. ഇന്ന് ഇപ്പം നമ്മൾ ഗുരുവായൂരപ്പൻ്റെ തിരുമുമ്പിൽ നവകാഭിഷേക സമയത്ത് നിന്ന് കണ്ടു എന്ന് മനസ്സിൽ സങ്കല്പിക്കുക. അതേപോലെ നവകാഭിഷേകത്തിൻ്റെ കൂടെ തന്നെ നീരാഞ്ജനം കൂടി സമർപ്പിക്കാറുണ്ട്. 2 തേങ്ങയൊക്കെ വെച്ചിട്ട്, ഇവിടെ പൊട്ടിക്കാത്ത തേങ്ങ തന്നെയാണ് വെച്ചത്. അങ്ങനെ വെച്ച് അരിയൊക്കെ വെച്ച് ദീപം കത്തിച്ച് അതുകൊണ്ട് ഒഴിഞ്ഞിട്ടാണ് കലശം ഒഴിഞ്ഞിട്ടാണ് നീരാഞ്ജനം കൊണ്ടുള്ള ഒഴിയൽ കഴിഞ്ഞിട്ടാണ് ഈ നവകാഭിഷേകം നടന്നത്. വളരെ പ്രാധാന്യം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇത് അറിയുക, ഇതിനെ പറ്റിയിട്ട് മനസ്സിലാക്കിയിട്ട് എന്താണ് നവകാഭിഷേകം എന്ന് മനസ്സിലാക്കിയിട്ട് നവകാഭിഷേകം കാണാൻ ശ്രമിക്കുക. ആ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, പന്തീരടി പൂജ കഴിഞ്ഞതും ഇത് തുടങ്ങും. ആ പന്തീരടി പൂജയുടെ നേദ്യം കഴിഞ്ഞ് നട തുറന്ന് കുറച്ച് കഴിയുമ്പോഴേക്ക് നവകാഭിഷേകം തുടങ്ങും. അതിൻ്റെ മുൻപാണ് പാലഭിഷേകം. ഈ 2 കാര്യങ്ങളും പലരും ചോദിച്ചു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതുമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. കാരണം പലർക്കും ആ ഒരു സംശയം ഉണ്ടായിരുന്നു, പാലഭിഷേകം എപ്പോഴാണ്, അതുപോലെ നവകാഭിഷേകം ഉണ്ടെന്ന് പറയുന്നത് കേൾക്കാം, പക്ഷെ അതെങ്ങനെ, ഏത് സമയത്ത് എന്നൊക്കെ ചോദിച്ചത് കാരണമാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഇത് പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഇനി വരുമ്പോൾ നാളെയെങ്കിൽ നാളെ എന്നാണോ വരുന്നത് അത് ഈ സമയത്ത് അതിനുള്ളൊരു ദർശന ഭാഗ്യം, സൗഭാഗ്യം നിങ്ങൾക്ക് ഗുരുവായൂരപ്പൻ കനിഞ്ഞു നൽകട്ടെ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.